Hello folks, welcome back to another video and welcome back to my YouTube. ഞാനിപ്പോൾ യു എയിലേക്ക് എത്തി, ദുബായിലേക്ക് എത്തി. ഒരിക്കലും തിരിച്ചു വരണ്ടെന്ന് വിചാരിച്ച സ്ഥലമായിരുന്നു, ഒരിക്കലും തിരിച്ചു വരില്ല എന്ന് വിചാരിച്ച സ്ഥലമായിരുന്നു. വീണ്ടും ഇവിടത്തേക്ക് തന്നെ എത്തി. അപ്പോൾ ഞാൻ ലാൻഡ് ചെയ്തത് ഫുജേറയിലാണ്, എൻ്റെ ഏട്ടൻ്റെ വീട്ടിലായിരുന്നു 2 ദിവസം. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ എൻ്റെ പഴയ റൂമിലേക്ക് എത്തി, യു എയിൽ, ദുബായിൽ. സോ യെസ്, രാവിലത്തെ മീല് കഴിക്കാൻ ബാക്കിയുണ്ടായിരുന്നു. ഓട്സ് അവിടുന്ന് കഴിച്ചു, എഗ്ഗ് കഴിക്കാൻ ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ അത് അവിടുന്ന് ഉണ്ടാക്കി ക്യാരി ചെയ്തു. ഇനിയിപ്പോൾ ഓൾമോസ്റ്റ് A to Z കാര്യങ്ങൾ എവിടെ നിന്ന് വാങ്ങണം, അതായത് ഗ്രോസറീസൊക്കെ. അപ്പോൾ ഈ വീഡിയോ ടു ദ എക്സ്റ്റെൻറ്റ് പോസിബിൾ ഗ്രോസറി ഷോപ്പിംഗ് ആൻഡ് അതർ ഷോപ്പിങ്സാണ്. അതായത് ഹാങ്ങർ വാങ്ങാനുണ്ട്, കുറച്ച് അത്യാവശ്യമുള്ള കാര്യങ്ങൾ വാങ്ങാനുണ്ട്. എന്തൊക്കെയാണെന്ന് കറക്റ്റ് ഓർമ്മയില്ല, ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടില്ല. പക്ഷേ ഡെഫിനറ്റ്ലി ഉള്ളി, തക്കാളി, ചിക്കൻ, മുട്ട, ഒലീവ് ഓയിൽ, പിന്നെ പാത്രങ്ങളുണ്ട്. പക്ഷെ പാത്രങ്ങൾ യൂസ് ചെയ്യുമ്പോൾ എന്താണോ കുറവ് അത് നോക്കി വാങ്ങാമെന്നാണ് വിചാരിക്കുന്നത്. സോ യെസ്, അതാണ് ഇന്നത്തെ അജണ്ട. പിന്നെ ഒന്ന് പുറത്ത് പോകണമെന്നൊക്കെ ഉണ്ട്, ഫ്രണ്ട്സിനെ കാണണമെന്നൊക്കെ ഉണ്ട്. നടക്കുമെന്നറിയില്ല. ഇപ്പോൾ സമയം 11 മണി 12 മണിയൊക്കെ ആയി. അപ്പോൾ സാധനം വാങ്ങി വന്ന് കുക്ക് ചെയ്ത് ജിമ്മിൽ പോകണം. ജിമ്മിൽ പോയിട്ട് വേണം പുറത്ത് പോകാൻ വേണ്ടിയിട്ടൊക്കെ. സോ യെസ്, സത്യം പറഞ്ഞാൽ എൻ്റെ ബാഗ് അൺപാക്ക് ചെയ്തിട്ടില്ല, ബെഡ് ശരിയാക്കിയിട്ടില്ല, അങ്ങനത്തെ സോർട്ടിങ് ഔട്ട് കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. പക്ഷേ ഫ്ലൈറ്റ് മിസ്സായാലും ഡയറ്റ് മിസ്സാവരുതെന്ന് ട്രെയിനർ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് പോയി സാധനം വാങ്ങി കുക്ക് ചെയ്തേ പറ്റുള്ളൂ, അല്ലെങ്കിൽ മൊത്തത്തിൽ ട്രാക്ക് ഔട്ടാവും. പിന്നെ വിശന്ന് പിന്നെ നമുക്ക് ടെൻഡൻസി ഉണ്ടാവും പുറത്തത്തെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ട് പ്രോപ്പറായിട്ട് ഫുഡ് കഴിച്ച് പോകുന്നതാണ് ഏറ്റവും സേഫ്. സോ ദാറ്റ് ഇസ് ഇറ്റ്. എന്നാൽ പിന്നെ ഞാൻ മുട്ട കഴിച്ചിട്ട്, മുട്ട എന്നല്ല, എൻ്റെ നാട്ടിൽ മുട്ട എന്നാണ് പറയാം, മുട്ട. അപ്പോൾ മുട്ട കഴിച്ചിട്ട് ഷോപ്പിങ്ങിന് പോവാം. ടു ദ എക്സ്റ്റെൻറ്റ് പോസിബിൾ ഞാൻ അതും വ്ളോഗിൽ റെക്കോർഡ് ചെയ്യും. പിന്നെ എനിക്ക് കുറച്ച് ഭയങ്കര ആൾക്കാരാണ് ഇവിടെ. ഞാൻ താമസിക്കുന്ന സ്ഥലത്ത് ഭയങ്കര റഷാണ്. അപ്പോൾ എന്തായാലും മൊത്തത്തിൽ ഫുള്ള് പുറത്ത് ആൾക്കാരായിരിക്കും. അപ്പോൾ എത്രത്തോളം അത് റെക്കോർഡ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ബട്ട് ഡെഫിനറ്റ്ലി പറ്റുന്നത്രയും ഞാൻ റെക്കോർഡ് ചെയ്യും. ചൂടെന്നെല്ലാം പറഞ്ഞുണ്ടല്ല, നല്ല എന്താ പറയുക, ഫ്രൈയിങ് പാനിൽ നിൽക്കുന്ന പോലെ ഉണ്ട്. അമ്മാതിരി ചൂട്. ഞാൻ കുടയെടുത്തു, കൂളിംഗ് ഗ്ലാസ് വെച്ചു, എന്നിട്ടും നോ രക്ഷ. കുട ഈ ചുറ്റുപാടത്തുള്ള മൊത്തം ചൂട് എൻ്റെ അടുത്തേക്ക്, ഈ കുടയിനകത്തേക്ക് കൊണ്ടുവരാമെന്നൊന്നും സംശയമുണ്ട്. അമ്മാതിരി ചൂട് സഹിക്കാൻ പറ്റുന്നില്ല. എന്താ പറയുക, സ്വർഗത്തിൽ നിന്ന് നരകത്തിലേക്ക് വന്ന പോലെ തന്നെ ഉണ്ട്. ആസ് ഇൻ പണ്ട് അമ്മൂമ്മമാരൊക്കെ പറയില്ലേ, അതായത് സ്വർഗം എന്ന് വെച്ചാൽ നല്ല മരങ്ങളും പൂക്കളൊക്കെ ഉള്ള സ്ഥലമായിരിക്കും, നരകം ഫുൾ ചൂടും തീയൊക്കെ ഉള്ള സ്ഥലമായിരിക്കും. അപ്പം അതുപോലത്തെ അവസ്ഥയാണിപ്പോൾ. ഞാൻ ഇവിടുന്ന് മുന്നേ പോകുമ്പോൾ ഇവിടെ തണുപ്പായിരുന്നു, ഇത്ര ചൂടൊന്നുമില്ല. അപ്പോൾ നാട്ടിലായിരുന്നു കൂടുതൽ ചൂട് ഫീൽ ചെയ്തത് എനിക്ക് കമ്പാരിറ്റീവ്ലി. പക്ഷെ എന്നാലും നാട്ടിൽ ഇത്രയും ചൂടില്ല. ഇത് എന്നാ പറയുക, ലിറ്ററലി നരകം. അതും ഈ ഉച്ചക്ക് പുറത്തിറങ്ങേണ്ടി വരുന്ന അവസ്ഥ ഭയങ്കര മോശമാണ്. പിന്നെ നമ്മളെ നാട് തന്നെയാണ് സ്വർഗം. നാട്ടിലുള്ള ആൾക്കാർ എന്താ പറയുക, കിട്ടുന്ന ചെറിയ ജോലിയും വെച്ച് അവിടെ സുഖമായി ജീവിക്കാൻ നോക്ക്. ഇവിടെ ഇറ്റ്സ് നോട്ട് ഗുഡ് ബ്രോ. അപ്പം അങ്ങനെ ഞാൻ ആക്ച്വലി ഒരു സൂപ്പർ മാർക്കറ്റിൽ കയറി. അവിടെ ചിക്കൻ്റെയും മുട്ടേൻ്റെയും പൈസ ചോദിക്കാൻ വേണ്ടിയിട്ടാണ് കയറിയത്. ഇപ്പോൾ സെൻട്രോ എന്ന് പറഞ്ഞ സൂപ്പർ മാർക്കറ്റിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. നാട്ടിലെ പച്ചപ്പും ഹരിതാപവും കണ്ടിട്ടതാ മരുഭൂമിയൊന്നല്ല, സിറ്റിയാണ്, എന്നാലും കാണുമ്പോൾ തന്നെ പേടിയാവുന്നു. നാട്ടിലാണ് സുഖം, ഒരു ശാന്തമായിട്ടുള്ള അറ്റ്മോസ്ഫിയർ ആയിരുന്നു. അങ്ങനെ സെൻട്രോ എത്തി ഫൈനലി. ഇതാണ് സെൻട്രോ. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഇങ്ങനെ ബ്രെയിൻ ഇങ്ങനെ സ്റ്റക്കാവും, വാങ്ങ് പറഞ്ഞിട്ട്. അങ്ങനെ കുറേ സാധനം വാങ്ങി. ഞാനൊരു പെപ്സിയും വാങ്ങി, 0 ഷുഗർ. പിന്നെ മുട്ടക്ക് പൈസ അവിടെയാണ് കുറവ്, മറ്റേ സൂപ്പർ മാർക്കറ്റിലായിരുന്നു.
ബാക്കിയുള്ള സാധനങ്ങൾ ഓൾമോസ്റ്റ് ക്യാപ്സിക്കം ഇവിടെ ഇല്ല, ബാക്കിയെല്ലാം ഓൾമോസ്റ്റ് ഇവിടെ ഉണ്ട്. അപ്പോൾ ഇവിടുന്ന് വാങ്ങിയിട്ട് അപ്പുറത്ത് ബാക്കിയുള്ള സാധനം വാങ്ങണം. അപ്പം അങ്ങനെ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞു. ഇത്രയും സാധനം വാങ്ങാൻ വേണ്ടി എനിക്ക് ആയത് 118 ദിറംസാണ്. അതായത് നാട്ടിൽ എത്ര ആയിരിക്കും എന്ന് അറിയില്ല, ഓൾമോസ്റ്റ് ഒരു 2000 സംതിങ്ങിന് മുകളിലായി. ഇതിപ്പോൾ ഞാനിപ്പോൾ ആക്ച്വലി കൺസിഡർ ചെയ്യുന്നത് 1 വീക്കിലേക്കുള്ള ഷോപ്പിംഗ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അറിയില്ല, ഞാനങ്ങനെ മെഷർ ചെയ്ത് വാങ്ങിയതല്ല, അപ്പോൾ റാൻഡമായിട്ട് ഇങ്ങനെ പിക്ക് ചെയ്ത് വാങ്ങിയതാ. അയ്യോ ചൂട്. മുൻപ് ഇവിടുന്ന് നാട്ടിലേക്ക് പോയപ്പോഴാണ് ഭയങ്കര ചൂടുണ്ടായിരുന്നത്. എനിക്ക് ഫുൾ ടൈം വേർക്കുന്നുണ്ടായിരുന്നു. പിന്നെ എന്താ പറയുക, ഞാൻ അപ്പം തന്നെ ഒരു വിത്തിൻ 1 വീക്ക് AC വാങ്ങി. അപ്പോൾ ഇത് നാട്ടിലേക്ക് പോയ അവസ്ഥയായിരുന്നു. ഇതേ അവസ്ഥയാണ് ഇപ്പോൾ തിരിച്ചിങ്ങോട്ട് വരുമ്പോഴും. അപ്പോൾ ഇനി പെട്ടെന്ന് കുക്ക് ചെയ്ത് ഫുഡൊക്കെ ഉണ്ടാക്കി ജിമ്മിലേക്ക് പോകണം. ഞാൻ മുട്ട വാങ്ങുമ്പോൾ 3 ട്രേ വാങ്ങിയത്. അപ്പോൾ അവിടുത്തെ സ്റ്റാഫ് ഇങ്ങനത്തെ ഒരു നോട്ടം നോക്കി. ഈ 3 ട്രേ വാങ്ങിയത് കൊണ്ട് ഇപ്പോൾ ഈ മാസം മൊത്തം പോകുന്നതായിരിക്കും നിങ്ങൾ വിചാരിക്കുന്നത്. അല്ല, ഇത് ഒരാഴ്ചത്തേക്കുള്ള സ്റ്റാക്കാണ്. അപ്പോൾ ഒരാഴ്ചത്തേക്കാണ് 3 ട്രേ, അതായത് 90 മുട്ട. ഇനിയിപ്പോൾ പെട്ടെന്ന് ഇതൊക്കെ അൺപാക്ക് ചെയ്തിട്ട് കുക്കിങ്ങിലേക്ക് കിടക്കണം. ഷോപ്പിംഗ് എന്ന നാടകത്തിന് ശേഷം അടുത്തായി ഞാൻ അവതരിപ്പിക്കാൻ പോകുന്ന നാടകം ചിക്കൻ കഴുകൽ. സത്യം പറഞ്ഞാൽ ഇവിടുത്തെ ചിക്കൻ എന്തോ ഒരു ഡിഫറൻസ് ഉണ്ട്. അതായത് നോർമൽ ചിക്കൻ ആയാലും എനിക്കറിയില്ല, പക്ഷേ ഈ ബ്രസ്റ്റ് പീസ് വാങ്ങുമ്പോൾ എന്തോ ഒരു സുഖം ഉണ്ടാകുന്നില്ല. എന്തോ ഒരു ആർട്ടിഫിഷ്യാലിറ്റി ഫീൽ ചെയ്യുന്നുണ്ട്. അത് ഞാൻ മാത്രമല്ല, വേറെ ആൾക്കാർ എൻ്റെ അടുത്ത് പറഞ്ഞു അത് പ്രിസർവേറ്റീവ്സൊക്കെ ആഡ് ചെയ്യുന്നതുകൊണ്ടാണെന്നൊക്കെയാണ് കേട്ടത്. ഞാനിന്ന് ചിക്കൻ കറിയാണ് ഉണ്ടാക്കുന്നത്. അതായത് കറിയല്ല, ഒരു സെമി ഗ്രേവി പോലത്തെ ഒരു ഐറ്റം. എന്താ പറയുക, ഒരു തട്ടിക്കൂട്ട്, ഇത്രേ ഉള്ളൂ. പക്ഷേ ഇന്നലെ ഉണ്ടാക്കിയ ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഗാർലിക് ചിക്കനൊക്കെ പോലെ, ഗാർലിക് ഇട്ട് കുറച്ച് കൂടിപ്പോയി, ഇപ്പോൾ ഗാർലിക് ചിക്കനായി. ഇന്ന് എന്താവുമെന്ന് അറിയില്ല. വീട്ടിൽ അമ്മ ഉണ്ടാക്കുമ്പോൾ നല്ല അടിപൊളി ടേസ്റ്റാണ്. അമ്മ ഇത് ഉണ്ടാക്കി തരും. ലൈക്ക് ഡയറ്റിൻ്റെ ചിക്കൻ തന്നെ ഉണ്ടാക്കി തരും. അത് അടിപൊളി ടേസ്റ്റായിരുന്നു. ഒന്നും അറിയണ്ട, ചിക്കൻ വാങ്ങിക്കൊണ്ട് വെക്കുക, ഫ്രീസറിൽ വെക്കാം. അമ്മയെ ചിക്കൻ എന്ന് പറഞ്ഞാൽ മതി, ചിക്കൻ റെഡി. അപ്പോൾ അങ്ങനെയാണ് പരിപാടി. വേറൊരു കാര്യം പറയാൻ മറന്നുപോയി, വെള്ളം. നല്ല പൊള്ളുന്ന വെള്ളം. അതായത് എന്താ പറയുക, അധികം നേരം കൈവെക്കാൻ പറ്റില്ല. അത് നല്ല ചൂടാണ്. ഞാൻ ഈ പറയുന്നതൊക്കെ നാട്ടിലെ ആൾക്കാരുടെ അടുത്തൊക്കെ കേട്ടോ. അതായത് ഇവിടെ UAE ആരെങ്കിലും ഈ ബ്ലോഗ് കാണുന്നുണ്ടെങ്കിൽ നിങ്ങളോടല്ല പറയുന്നത്, നിങ്ങൾക്കിത് ഓൾറെഡി അറിയാം. ഈ ദുബായിലുള്ള ആൾക്കാർക്കാണ് ശരി, UAE എവിടെയുള്ള ആൾക്കാർക്കാണ് ശരി, നിങ്ങൾക്കിത് അറിയാം. പക്ഷേ ഞാൻ നാട്ടിലത്തെ ആൾക്കാരുടെ അടുത്താണ് ഇത് പറയുന്നത്. ഈ വെള്ളത്തിന് ഒരു ചൂടാണ്, നമ്മുടെ ഹീറ്ററിൻ്റെ ആവശ്യമില്ല. ഇപ്പോൾ ചിക്കൻ കഴുകി കഴിഞ്ഞു. ഇനിയിത് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് പച്ചക്കറി മുറിക്കണം. ആ സമയം കൊണ്ട് റൈസും കുക്ക് ചെയ്യണം, മുട്ട പുഴുങ്ങാൻ വെക്കണം. അപ്പോൾ അതും കൂടി കഴിഞ്ഞാൽ, അല്ല, മധുരക്കിഴങ്ങ് സ്വീറ്റ് പൊട്ടറ്റയും കൂടി പുഴുങ്ങിയിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ പരിപാടി കഴിഞ്ഞു. ഇനിയിപ്പോൾ നാളെ കിച്ചണിൽ കയറിയാൽ മതി. എനിക്കിപ്പോൾ സോൾട്ട്, അതായത് സോഡിയം എന്താ പറയുക, മെഷേർഡാണ്. അപ്പോൾ കുറച്ചേ എടുക്കാൻ പാടുള്ളൂ, കണ്ടമാനം ഉപയോഗിക്കാൻ പാടില്ല. അപ്പോൾ അതിൻ്റെ അളവെടുപ്പായിരുന്നു ഇപ്പോൾ നടന്നുകൊണ്ടിരുന്നത്. കുറച്ച് സമയമായി കഷ്ടപ്പെടുന്നു. എൻ്റെ ഇതിൽ പോയിൻറ്റ്സ് ഇല്ല, അതായത് ഗ്രാം 1 2 3 4 അങ്ങനെയുള്ളൂ, നാച്ചുറൽ നമ്പേഴ്സേ ഉള്ളൂ. ചോറ് കുക്കറിൽ വെച്ചു, പിന്നെ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചു. ഇനിയിപ്പോൾ പച്ചക്കറി കട്ട് ഇൻ ടു പീസസ്. ആദ്യമായി ഉള്ളി. നമ്മുടെ നാട്ടിൽ ഇതിന് നീരുള്ളി എന്നാണ് പറയുക, ഉള്ളി. നിങ്ങളുടെ നാട്ടിൽ എന്താണെന്ന് എനിക്കറിയില്ല. ഞാൻ മുൻപ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് ചിക്കനിൽ. പക്ഷേ അമ്മ റോ ആയിട്ട് ജിഞ്ചറും ഗാർലിക്കും ഇടും. അപ്പോൾ അതിൻ്റെ ഇറ്റ് ഹിറ്റ്സ് ഡിഫറെൻറ്റ്. ടേസ്റ്റ് കുറച്ച് അടിപൊളിയാണ് ഡയറക്റ്റ് റോ ആയിട്ട് തന്നെ കിട്ടുമ്പോൾ. ഇപ്പോൾ ഞാൻ അതിനെ തൊട്ട് അങ്ങനെ തന്നെ ഫോളോ ചെയ്യാമെന്ന് വിചാരിച്ചു. കുറച്ച് ടൈം കൺസ്യൂമിങ് ആണ്, പക്ഷേ ഇറ്റ്സ് ഓക്കെ. ഐ തിങ്ക് ഇറ്റ്സ് വർത്ത് വേസ്റ്റിംഗ് ടൈം ഓൺ. എൻ്റെ കുക്കിംഗ് ഭയങ്കര സ്ലോ ആണ്. അത് പയ്യെ റെഡിയാക്കണം. കുക്കർ ഇപ്പോൾ വിസിലടിക്കും. പച്ചക്കറിയെല്ലാം മുറിച്ച് കഴിഞ്ഞു. ഇപ്പോൾ കുക്കിങ്ങിലേക്ക് കടക്കണം. ഞാനിപ്പോൾ ഒലീവ് ഓയിലാണ് യൂസ് ചെയ്യുന്നത് കുക്കിങ്ങിന്.
ഒരു ടോണിക്കിൻ്റെ ടോപ്പിലാണ് ഇപ്പോൾ മെഷർ ചെയ്യുന്നത്. ഈ പാത്രം വേറെ ആരുടെയോ ആണ്, പക്ഷെ കുഴപ്പമില്ല, കഴുകി വെച്ചാൽ മതി. ഇന്നലത്തെ ചിക്കൻ ഞാൻ പറഞ്ഞ പോലെ ഗാർലിക് ചിക്കനായി. ഇതിപ്പോൾ എന്ത് ചിക്കനാവുമെന്ന് ഞാൻ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് പറയാം. എന്തൊക്കെയോ കൂടുതലും കുറവൊക്കെ ഉള്ളവരെ ഉണ്ട്, ബട്ട് ഇറ്റ്സ് ഓക്കെ. ഞാൻ തന്നെയല്ലേ കഴിക്കേണ്ടത്, അതുകൊണ്ട് കുഴപ്പമില്ല. അങ്ങനെ ഫൈനലി ഫുഡ് റെഡിയായി. മുട്ട റെഡിയാക്കി വെച്ചു, സ്വീറ്റ് പൊട്ടറ്റോ റെഡിയാക്കി വെച്ചു. ഞാനിപ്പോൾ കഴിക്കാം. ഞാൻ ടേസ്റ്റ് നോക്കിയിട്ടില്ല, ഓൺ ക്യാമറ തന്നെ നോക്കാം. ജസ്റ്റ് എന്തോ നേരത്തെ നോക്കിയപ്പോൾ ടേസ്റ്റ് ഉണ്ടായിരുന്നു, പക്ഷേ ഇങ്ങനെ ടേസ്റ്റ് ചെയ്തിട്ടില്ല സീരിയസ് ആയിട്ട്. ഇങ്ങനെ അങ്ങനെ നോക്കിയപ്പോൾ ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇന്ന് ജിഞ്ചർ ചിക്കൻ അല്ല, അതെന്ന് ഇന്ന് ഗാർലിക് ചിക്കൻ അല്ല, ഇന്ന് ജിഞ്ചറും കുറച്ച് കൂടുതലായി പോയി. അപ്പോൾ ജിഞ്ചർ ഗാർലിക് ചിക്കനായി ഇന്ന്. ഇതാണ് എൻ്റെ മീൽ നമ്പർ 2. ഞാൻ ഉണ്ടാക്കിയോണ്ട് പറയല്ല, നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട്. ശരിക്കും ടേസ്റ്റ് ഉണ്ട്. അങ്ങനെ ഫുഡും കഴിച്ചു, റൂമൊക്കെ ഒന്ന് വൃത്തിയാക്കി. റൂമെന്നല്ല, എൻ്റെ ബെഡ്ഷീറ്റൊക്കെ വിരിച്ചു. പിന്നെ എൻ്റെ ബാഗൊക്കെ അൺപാക്ക് ചെയ്തു, പെട്ടി അൺപാക്ക് ചെയ്തു. പിന്നെ വാർഡ്രോബ് കിട്ടിയിട്ടില്ല, അതെല്ലാവരും വന്നാലേ മനസ്സിലാവുള്ളൂ. ഒരാൾ 2 വാർഡ്രോബ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആളെ പൊക്കിയിട്ട് ആളുടെ അടുത്ത് നിന്ന് ഒരു വാർഡ്രോബ് ഞാൻ എടുക്കും, അതിൻ്റെ സാധനങ്ങളൊക്കെ അതിലേക്ക് ലോഡ് ചെയ്യും. അപ്പോൾ ഞാനിപ്പോൾ അതിന് ശേഷം ആക്ച്വലി പ്രീ വർക്കൗട്ട് കഴിച്ചു. മുട്ടയും മധുരക്കിഴങ്ങും കഴിച്ചു. എന്താ പ്രശ്നം എന്ന് വെച്ചാൽ, മുട്ട ഞാൻ കുറച്ച് സാധാരണ മുട്ടയാണ് വാങ്ങിയത്, അതായത് ഏറ്റവും പൈസ കുറഞ്ഞതാണ് വാങ്ങിയത്. അപ്പോൾ അതുകൊണ്ട് തോട് കറക്റ്റ് ഊരാൻ കിട്ടുന്നില്ല. അപ്പോൾ അതിൻ്റെ കുറച്ച് ഫ്രസ്ട്രേഷനിലായിരുന്നു, അതുകൊണ്ടാണ് വീഡിയോ എടുക്കാത്തത്. പിന്നെ മധുരക്കിഴങ്ങും കുറച്ച് കഴിച്ചു. ഞാനിപ്പോൾ ജിമ്മിൽ പോയി വരാം. ജിമ്മിൽ ഇന്ന് പുഷ് ഡേ ആണ്. സോ യെസ്, അപ്പോൾ ജിമ്മിൽ പോയി വരാം. ജിമ്മ് കഴിഞ്ഞ് വന്നു, ഒരു സ്കൂപ്പ് കഴിച്ചു. പിന്നെ ക്രിയാറ്റിൻ കഴിക്കാനുണ്ട്, അത് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് ക്രിയാറ്റിൻ, അപ്പോൾ അതുകൊണ്ട് ലാസ്റ്റ് കുടിക്കാമെന്ന് വിചാരിച്ചു. മുട്ട 3 കഴിക്കാൻ ബാക്കിയുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഇത് കിട്ടുന്നില്ല. ഓക്കെ, സാധനം നമ്മുടെ നാട്ടിൽ ഒറ്റ ടൈപ്പേ ഉള്ളൂ. അതായത് എന്താണ് പൈസ ഡിഫറൻസ് എന്ന് വെച്ചാൽ, വ്യത്യസ്തമായ സ്ഥലത്ത് നിന്ന് വാങ്ങുമ്പോൾ പൈസ ഡിഫറൻസ്. ഇവിടെ എന്തിനാ ഇത്രയും വെറൈറ്റി വിൽക്കുന്നതെന്ന് അറിയില്ല. 24 ദിറംസിൻ്റെ ഉണ്ട്. ഞാൻ 13 ദിറംസിൻ്റെ ലോക്കൽ സാധനം വാങ്ങിയത്, എന്നാലും ഒരു ക്വാളിറ്റി വേണ്ടേ. ഞാൻ മറ്റേ പൈസ കൂടി സാധനം വാങ്ങാൻ നിന്നുണ്ടല്ലോ, എൻ്റെ കുടുംബമല്ല നാട് വെക്കേണ്ടി വരും. ബിക്കോസ് ഒരു ദിവസം 13 മുട്ടയാണ് ഞാൻ എൻ്റെ ലൈഫിൽ ഏറ്റവും കൂടുതൽ കഴിച്ചിട്ടുള്ളത്. മുമ്പ് ഒരു കോമ്പറ്റീഷൻ ചെയ്യാൻ പ്ലാൻ ഉണ്ടായിരുന്നു. ആ സമയത്ത് 25 മുട്ട കഴിച്ചിട്ടുണ്ടായിരുന്നു ഒരു ദിവസം, 25 എഗ് വൈറ്റ്. ആക്ച്വലി ഞാനിപ്പോൾ 24 ഗ്രാം പ്രോട്ടീൻ കളയുന്നുണ്ട് ഡെയിലി. അതായത് ഒരു സ്കൂപ്പ് വേ പ്രോട്ടീൻ്റെ അത്രയും പ്രോട്ടീൻ ഞാൻ കളയുന്നുണ്ട്. അതായത് 8 മുട്ടേൻ്റെ യെല്ലോ ഞാൻ കളയുന്നുണ്ട്. യെല്ലോയിൽ 3 ഗ്രാം പ്രോട്ടീൻ ഉണ്ട് പെർ എഗ്. അപ്പോൾ 3 × 8 24. അപ്പം അങ്ങനെ ഞാൻ മുന്നേ കഴിച്ചുകൊണ്ടിരുന്നത് 5 മുട്ടയാണ്. അപ്പം അത് ഓക്കെ ആയിരുന്നു, വലിയ എക്സ്പെൻസ് വരില്ലായിരുന്നു. എൻ്റെ ഫോൺ ഓരോ ഷോട്ടിൻ്റെയും ഇടയിലിടയിൽ എൻ്റെ ഫോൺ ഓരോ ഷോട്ടിൻ്റെ ഇടയിലും മെമ്മറി ഫുള്ള് എന്ന് പറഞ്ഞിട്ട് അത് ലൈക്ക് വീഡിയോ കട്ടായിക്കൊണ്ട് നിൽക്കുവാണ്. അപ്പോൾ ഇനി അധികം ഓവർ പറഞ്ഞിട്ട് കാര്യമില്ല, ബിക്കോസ് അധികം ഒന്നും റെക്കോർഡ് ചെയ്യാൻ പറ്റില്ല. ഇവിടെ ആളുണ്ട്, അതുകൊണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ട് നോക്കുന്നത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അധികം എന്താ പറയുക, സെറ്റപ്പിൽ എടുത്തൊന്നുമല്ല, ലോക്കലായിട്ട് എടുത്തതാണ്. സ്റ്റിൽ അഡ്ജസ്റ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. എന്താ പറയുക, എൻ്റെ ബ്ലോഗ് ആകെ പോലെ 100 ആൾക്കാരെ കാണുക. അപ്പോൾ ആ 100 ആൾക്കാർ
ആ 100 ആൾക്കാരിൽ നിന്ന് കുറയാതിരിക്കണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. മുൻപ് വ്ളോഗ് ഇടുമ്പോൾ 1000-2000 ഒക്കെ പോകുമായിരുന്നു. ഇപ്പോൾ എന്താ പറ്റുമെന്നറിയില്ല. മേ ബി കൺസിസ്റ്റൻസി ഇല്ലാത്തതുകൊണ്ടായിരിക്കാം. എന്തായാലും പരമാവധി ഞാൻ എന്നെ റെഗുലറായിട്ട് ഇടാൻ ശ്രമിക്കും. അറ്റ്ലീസ്റ്റ് വൺസ് ഇൻ എ വൈൽ ഒരു വ്ളോഗ് ഇടണമെന്നാണ് ആഗ്രഹം. ജിം വ്ളോഗ് ഇടരുത് എന്നാണ് പലരുടെയും അഭിപ്രായം. ഇൻസ്റ്റാ DM വരുന്നുണ്ട്, ജിം വ്ളോഗ് മാറ്റിപ്പിടിക്കുക, ലൈഫ് സ്റ്റൈൽ വ്ളോഗിങ് ചെയ്യുന്നു. അതാണ് ഒരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാമെന്ന് വിചാരിച്ചത്. സോ ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേ. ബൈ.